പറയേണ്ടത് ആദ്യം പറയേണ്ടത് അവസാനവുമാക്കി വിഷയം മാറ്റിയിട്ടുണ്ട്, സമയം വൈകിയതുകൊണ്ട്. കാരണം ഒരു വിഷയാവതരണത്തിന്റെ തുടക്കം പറഞ്ഞ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കേൾക്കേണ്ട ഭാഗങ്ങൾ എത്തുമ്പോഴേക്ക് കുറെ ആളുകൾ പോകും. പക്ഷേ സാധുവായ എന്റെ ലക്ഷ്യം, പ്രത്യേകിച്ച് നമ്മുടെ KMICയുടെ ലക്ഷ്യം, സാധാരണക്കാർ കേൾപ്പിക്കേണ്ടത് പെട്ടെന്ന് അവരെ കേൾപ്പിക്കുക. ആ നിലക്ക് ആദ്യം ഞാനൊരു കാര്യം ഉണർത്തുകയാണ്. വിശുദ്ധമായ റമളാൻ നമ്മോട് വിട പറയാൻ പോകുമ്പോൾ പ്രധാനപ്പെട്ട ഒരു അമലാണ് ഫിത്ർ സക്കാത്ത് എന്നറിയാം. അവിടെ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാർ അഥവാ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായ വ്യക്തികളോടൊരു കാര്യം പറയുന്നു. നമ്മൾ കൊടുക്കുന്ന ഫിത്ർ സക്കാത്ത് അത് സ്വഹീഹാവാതെ പോയാൽ നമ്മൾ ചെലവിന് കൊടുക്കുന്നവരുടെ നോമ്പിനെയും അത് ബാധിക്കുന്നതാണ്. അതാണ് എന്റെ പ്രിയപ്പെട്ട എല്ലാ സാധാരണക്കാരും ഈ വിഷയത്തിൽ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത്. ഒന്നുകൂടി ഞാൻ ആവർത്തിച്ചു പറയുന്നു. ഞാൻ ഒരു പിതാവാണ്, അല്ലെങ്കിൽ ഞാനൊരു ഭർത്താവാണ്. ഒരു ഭർത്താവ് എന്ന നിലക്ക്, അതല്ലെങ്കിൽ ഒരു പിതാവ് എന്ന നിലക്ക് ഞാൻ എന്റെ ഭാര്യയുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോ, അല്ലെങ്കിൽ എന്റെ മക്കളുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോ അത് സ്വഹീഹാവാത്തൊരവസ്ഥ വന്നാൽ എന്റെ ഭാര്യ നോറ്റ നോമ്പിനെ, അതല്ലെങ്കിൽ എന്റെ മക്കൾ നോറ്റ നോമ്പിനെ അത് ബാധിക്കുന്നതാണ്. അതാണ് ഞാൻ ഈ വിഷയത്തിൽ ഗഹനമായി ശ്രദ്ധിക്കേണ്ടത്. എവിടെയെങ്കിലും കൗലുകളും കീലകളും കേട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു താൽക്കാലിക സൗകര്യങ്ങൾ നോക്കി അങ്ങനെയൊക്കെ മതി, അങ്ങനെയൊക്കെയും പറ്റുന്നു, ഇപ്പൊ ചില ഉസ്താദുമാരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയും വെച്ച് നമ്മുടെ ഒരു പെട്ടെന്നുള്ള ഒരു കാര്യം കൈകാര്യം ചെയ്യൽ പലപ്പോഴും ആഖിറത്തിൽ നമുക്കത് ദോഷകരമായി തീരും. അതുകൊണ്ട് ഇത് സംബന്ധമായ ചർച്ചകൾ ഞാൻ വിശാലമായ ഒരു ചർച്ചയിലേക്കല്ല പ്രവേശിക്കുന്നത്. സാധാരണക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, പ്രത്യേകിച്ച് ഞാൻ പറയുന്നു, ഈ KMICയുടെ കൂടുതൽ ശ്രോതാക്കളും ഗൾഫുകാരാണ്. അവരുടെ ഫാമിലി സഹിതം താമസിക്കുന്നവർ ഗൾഫിൽ വളരെ കുറവാണ്. നല്ലൊരു വിഭാഗമുണ്ടെങ്കിലും കൂടുതൽ ആളുകളുടെ ഭാര്യ സന്താനങ്ങൾ നാട്ടിലാണ്. വാസ്തവത്തിൽ ഉപ്പ അതല്ലെങ്കിൽ ഭർത്താവാണെങ്കിൽ ഭർത്താവാണല്ലോ ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്. അപ്പൊ നാട്ടിലുള്ള ഭാര്യ മക്കളുടെ ഫിത്ർ സക്കാത്ത് നൽകുമ്പോ, കാരണം സക്കാത്ത് സഹിയാവാൻ 2 നിബന്ധനയുണ്ട്. അതിൽ ഒന്ന് നിയ്യത്താണ്. പല സാധാരണക്കാരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയമാണ് ഈ നിയ്യത്തിന്റെ കാര്യം. കാരണം സാധുവായ ഞാൻ ഒരുപാട് ഗ്രാമപ്രദേശങ്ങളിലുള്ള സാധാരണക്കാരായ വ്യക്തികളുടെ ക്ലാസുകളിൽ ഈ വിഷയങ്ങളൊക്കെയും അവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും ഒരുപാട് സഹോദരിമാർ ഇത്തരം കാര്യങ്ങളൊന്നും ഞങ്ങൾ ശ്രദ്ധിക്കാറില്ല എന്ന് പറയുന്ന നല്ലൊരു വിഭാഗം സാധാരണക്കാരെ കാണാം. അപ്പൊ അതുകൊണ്ട് ഞാൻ വളരെ വ്യക്തമായി സക്കാത്തു സഹീഹാവാൻ പ്രധാനപ്പെട്ട 2 നിബന്ധനകളാണ്. അതിൽ ഒന്ന് നിയ്യത്താണ്, രണ്ടാമത്തത് അതിന്റെ അവകാശികളിലേക്ക് കൊടുക്കുക. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഈ നിയ്യത്ത് ആര് വെക്കണം? വാസ്തവത്തിൽ സക്കാത്ത് കൊടുക്കേണ്ടവനാണ് നിയ്യത്ത് വെക്കേണ്ടത്. അപ്പൊ നമ്മളൊക്കെയും ഭൂരിപക്ഷം ആളുകളും ഗൾഫിലാകുമ്പോ സക്കാത്ത് ഭാര്യ മക്കളുടെ സക്കാത്ത് കൊടുക്കുന്നത് നാട്ടിലാണല്ലോ. അപ്പൊ നിയ്യത്ത് വെക്കുന്ന സമയത്ത് അത് വക്കാലത്താക്കണോ വക്കാലത്താക്കേണ്ടയോ പോലത്തെ കാര്യങ്ങൾ പ്രത്യേകിച്ച് പ്രവാസികൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നല്ലൊരു വിഭാഗം സാധാരണക്കാരുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു ഫിത്ർ സക്കാത്ത് സംബന്ധമായ ഒരു ചോദ്യമാണ്, സാറേ ഞാൻ വലിയൊരു സംഖ്യ കടക്കാരനാണ്, വലിയ വിഷമത്തിലാണ്, അതുകൊണ്ട് ഞാൻ സക്കാത്ത് കൊടുക്കണോ? നല്ലൊരു പ്രസക്തമായ ചോദ്യമാണ്. കാരണം ഈ ക്ലാസ് റൂമിൽ നല്ലൊരു വിഭാഗം ആളുകൾ സാമ്പത്തികമായി വളരെയധികം പ്രയാസമുള്ളവർ, വലിയ വലിയ സംഖ്യകൾ കടമുള്ളവർ. അപ്പൊ ഇങ്ങനെ കടമുള്ളവർ സക്കാത്ത് കൊടുക്കണോ? അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് ഗൾഫ് മേഖലയുമായി ബന്ധപ്പെട്ട് പലവരും പറയുന്നൊരു വാക്കാണ്, വില കൊടുക്കാൻ പറ്റുമോ? അരിയുടെ വില, ആ അരിയുടെ വില കൊടുക്കാൻ പറ്റൂല എന്ന് പറയുമ്പോ പല ഗൾഫുകാരും പറയുന്ന തൊണ്ടി ന്യായം എന്ന് വേണമെങ്കിൽ അതിനെ സംബന്ധിച്ചു പറയാം. ഇവരാരും ഉസ്താദെ എന്താവൂല, അരി വാങ്ങൂല,
കാശ് കൊടുക്കുകയാണെങ്കിൽ എല്ലാവരും വാങ്ങാൻ തയ്യാറാണ്. അപ്പൊ അതുകൊണ്ട് കാശ് കൊടുക്കുകയാണെങ്കിൽ എല്ലാവരും വാങ്ങാൻ തയ്യാറാണ്. അരി കൊടുത്താൽ ആരും വാങ്ങൂല, അപ്പൊ പിന്നെ അരി കൊടുത്തൂടെ പോലത്തെ കാര്യങ്ങള്. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം, ഈ വിത്തുൽ സക്കാത്തായാലും ഏത് സക്കാത്തായാലും അതിന്റെ എല്ലാ അവകാശികളിലേക്കും കൊടുക്കണല്ലോ. എല്ലാ അവകാശികളെയും കണ്ടുപിടിച്ച് സക്കാത്തക്കും കൊടുക്കാൻ വിഷമാകും പോലത്തെ പ്രശ്നങ്ങൾ. പ്രത്യേകിച്ച് എന്റെ ഗൾഫുകാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു മസല, ഇന്ന് നമ്മുടെ ആഫ്രിക്കയിലുള്ള ഇയാദ് എന്ന് പറയുന്ന ഐഡിയയിലുള്ള സുഹൃത്ത് രാവിലെ വിളിച്ച് എന്നൊരു വിഷയം അറിയിച്ചു. കാരണം അവിടൊക്കെ ഈ സലഫികളാണ് സക്കാത്ത് പിരിച്ചെടുക്കുന്നത്. നമ്മളൊരു അരി വാങ്ങിയിട്ട് അതിന്റെ സക്കാത്തിന്റെ അവകാശികൾക്ക് കൊടുക്കാൻ അവരെ യാതൊരു മാർഗവുമില്ല. അപ്പൊ ഈ സലഫി എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗമുണ്ട്. അവരെന്ത് ചെയ്യും, ഈ അരി വിത്തുൽ സക്കാത്തിന്റെ ആ അരിയുടെ കാശ് വാങ്ങും. അപ്പൊ അതുകൊണ്ട് നമുക്കത് നാട്ടിൽ കൊടുക്കാൻ പറ്റുമോ പോലത്തെ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ ഒരുപാട് സാധാരണക്കാർ വിളിച്ചു ചോദിക്കുന്ന ചോദ്യമാണ്, നാട്ടിലൊരു യത്തീംഖാനുണ്ട്, ആ യത്തീംഖാനയ്ക്ക് വിത്തുൽ സക്കാത്താണ്ട് കൊടുത്തൂടെ? അല്ലെങ്കിൽ നാട്ടില് റിലീഫ് പ്രവർത്തനം നടത്തുന്നുണ്ട്, അവരിലേക്കത് കൊടുക്കാൻ പറ്റുമോ? മുതഅല്ലിമീങ്ങളുടെ ക്യാന്റീൻ ഉണ്ട്, ഈ ക്യാന്റീനിലേക്ക് വിത്തുൽ സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ നോമ്പ് ഒഴിവാക്കിയതിന്റെ പേരിലുള്ള മുദ്ദിലും ആ ചർച്ചകൾ വരുന്നുണ്ട്. കാരണം പലപ്പോഴും നോമ്പിന്റെ മുദ്ദ് കൊടുക്കുമ്പോൾ വിത്തുൽ സക്കാത്ത് പോലെയല്ല. വിത്തുൽ സക്കാത്ത് ആകുമ്പോൾ ഏറിക്കഴിഞ്ഞാൽ ഒരാൾക്ക് ഏറിക്കഴിഞ്ഞാൽ ഒരു 3 കിലോ, അതും തന്നെ വലിയൊരു ചർച്ചയായി. ഒരുപാട് സാധാരണക്കാർ ഇതിന്റെ തൂക്കത്രയാണ് എല്ലാവരും ചോദിക്കാറുള്ളത്. തൂക്കം പറയാൻ പറ്റുമോ, അതല്ല അളവ് പറയണമോ? ഇത്തരം സാധാരണക്കാരുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട സംശയങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അല്ലാഹു തആല കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും നമ്മൾ കൊടുത്ത വിത്തുൽ സക്കാത്ത് അതിന്റെ മസ്അല അറിയാതെ വല്ല പാകപ്പിഴവുകളും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല വിട്ടുപുറത്തു മാഫാക്കി ഇനിയുള്ള കാലങ്ങളിൽ നമ്മുടെ വിത്തുൽ സക്കാത്തായാലും നോമ്പായാലും മറ്റു കാര്യങ്ങളൊക്കെയും അതിന്റെ തനതായ രൂപത്തിൽ എല്ലാ പണ്ഡിതന്മാരുടെയും അഭിപ്രായങ്ങൾക്ക് എതിരാവാത്ത രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഇൽമും അത് സംബന്ധമായ കർമ്മശാസ്ത്ര നിയമങ്ങളും വ്യക്തമായി പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ നമ്മുടെ ഖത്മുൽ ഖുർആനിന്റെ ദുആയുമായി ബന്ധപ്പെട്ട ഒരു സന്തോഷം, പല സാധാരണക്കാരും അറിയിച്ച ഒരു സന്തോഷം ഞാൻ ആദ്യം അറിയിക്കുകയാണ്. ഞാൻ ആ വിഷയം ആദ്യം പറഞ്ഞാൽ, ഈ സക്കാത്ത് സംബന്ധമായ ഇത്തരം ചർച്ചകൾ കേൾക്കണം, അതല്ലെങ്കിൽ ഇത് പഠിക്കേണ്ടതാണ് എന്ന് താൽപര്യമുള്ളവർ ക്ലാസ് റൂമുമായി വിട്ടുപോവാതിരിക്കാനാണ് ഞാൻ ആ കാര്യങ്ങൾ ആദ്യം ഉണർത്തിയത്. അതുകൊണ്ട് ഞാൻ വളരെയധികം സന്തോഷവാനാണ്. ഒരുപാട് നമ്മുടെ KMICയുടെ റേഡിയോ ശ്രോതാക്കൾ വിളിച്ചറിയിച്ച ഒരു സന്തോഷം. കഴിഞ്ഞ കൊല്ലത്തെ പോലെയല്ല ഇക്കൊല്ലത്തെ ഖത്മ്. അതെന്താ ഒരുപാട് വ്യത്യാസം? ഖുർആനിൽ ജുസു കൂടിയോ അല്ലെങ്കിൽ ജുസു കുറഞ്ഞോ? അതൊന്നുമല്ല. നമ്മുടെ ക്ലാസ് റൂമിൽ തജ്വീദിന്റെ ഒരു ക്ലാസ് വളരെ ഭംഗിയായിട്ട്, കാരണം അതിന് ഞാനൊരു സന്തോഷം പറയുകയാണ്. ഒരു ചെറിയ കാരണക്കാരൻ ഞാനാണ്. കാരണം നമ്മുടെ അബുവാസിം ഉസ്താദ്, നമ്മുടെ അബ്ദുൾ റഷീദ് സക്കാഫി ഉസ്താദിനോട് നമ്മളിങ്ങനെ സാധാരണഗതിയിൽ നമ്മുടെ ക്ലാസ് റൂമിൽ തജ്വീദിന്റെ ക്ലാസ് നടന്നിരുന്നത് എങ്ങനെയായിരുന്നു? ഒരു സൂറത്ത് ഇങ്ങനെ ഓതും, ആ സൂറത്ത് ഓതുന്നതിലുള്ള ആയത്തുകളിലുള്ള നിയമവശങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഞാൻ അവരുടെ വ്യക്തിപരമായ ഒരു അഭിപ്രായം രേഖപ്പെടുത്തി. ഉസ്താദ് ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ ഒരുപാട് സാധാരണക്കാർക്ക് ഒന്നുകൂടി ഉപകരിക്കും. മഹാരിജുൽ ഹുറൂഫ്, നമ്മുടെ അറബി അക്ഷരങ്ങളുടെ ആ മഹ്റജുകള് അത് എങ്ങനെയാണ്, എവിടെന്നൊക്കെയാണ് എന്നൊന്നുകൂടി വിശദീകരിക്കുന്ന ഒരു തജ്വീദിന്റെ ക്ലാസ് നമ്മുടേതായ ക്ലാസ് റൂമിൽ നടക്കുകയാണെങ്കിൽ അത് സാധാരണക്കാർക്ക് ഒന്നുകൂടി ഉപകരിക്കുമെന്ന് പറഞ്ഞപ്പോ നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുൾ റഷീദ് സഖാഫി അതിന് തയ്യാറാവുകയും ദിവസങ്ങളോളം നീണ്ടുനിന്ന് അങ്ങനെ ഒരു മഹാരിജുൽ ഹുറൂഫിന്റെ ക്ലാസ് എടുക്കുകയും ഖുർആനിന്റെ പാരായണത്തിന്റെ അതിന്റെ ആ ശ്രദ്ധിക്കേണ്ടത്, ഖുർആൻ ഓതുന്ന സമയത്ത് അക്ഷരങ്ങൾ എവിടെന്ന് പുറപ്പെടിക്കണം എന്ന് ശ്രദ്ധിക്കുക തന്നെ വേണം. തോന്നിയ മാതിരി എങ്ങനെങ്കിലും ഓതിയാൽ പോരാ എന്ന നല്ലൊരു ബോധം സാധാരണക്കാരെ ഉണ്ടാക്കിയെടുക്കാൻ അൽഹംദുലില്ലാഹ് KMICയുടെ
തജ്വീദിന്റെ ക്ലാസ് കൊണ്ട് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരുപാട് ശ്രോതാക്കള് ഈ വർഷം വിളിച്ചു പറയുകയുണ്ടായി, ആ ഒരു ക്ലാസ് കാരണം ഒന്നുകൂടി കഴിഞ്ഞ വർഷം ഖുർആൻ ഓതുമ്പോൾ ഇല്ലാത്തതിനേക്കാൾ ഒരു ശ്രദ്ധ നിർത്തേണ്ടേടത്തും പ്രത്യേകിച്ച് അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നിടത്തൊക്കെയും ശ്രദ്ധിക്കാനുള്ള ഒരു പ്രത്യേകമായ താൽപര്യം ആ ക്ലാസ് കൊണ്ട് ഉണ്ടായിത്തീർന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് അതൊക്കെയും കേട്ട് പരമാവധി ആ നിയമങ്ങളൊക്കെയും പാലിച്ചുകൊണ്ട് തന്നെ ഒരുപാട് സാധാരണക്കാർ ഈ വിശുദ്ധമായ റമളാനില് ഈ ഖത്മ് തീർക്കാൻ തയ്യാറായിട്ടുണ്ട്. അത് നമ്മുടെ KMICയുടെ വലിയ ഒരു ഭാഗ്യമായി, ആ ഒരു സന്തോഷം ചിലപ്പം പലവരും അറിയാത്തവരുണ്ടെങ്കിൽ, ചിലപ്പോൾ നമ്മുടെ പ്രവർത്തകർ തന്നെ ഈ ക്ലാസ് റൂം കൊണ്ട് അങ്ങനെയൊക്കെ ഒരു ഉപകാരം സാധാരണക്കാർക്ക് കിട്ടിയത് ചിലപ്പം അറിയാത്തവരുണ്ടാവും. കാരണം പകൽ സമയത്ത് ഇന്ത്യൻ സമയം രാവിലെ 11 മണിക്ക് അത്തരം ക്ലാസുകളൊക്കെയും നടക്കുമ്പോ നമ്മുടെ രാത്രി സമയത്തുള്ള ഒരുപാട് ശ്രോതാക്കള്, പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട KMICയുടെ റേഡിയോ ശ്രോതാക്കളൊക്കെയും ആ ഒരു വിഷയത്തിന്റെ ഗൌരവം അറിയാതെ പോയവരുണ്ട്. ആ നിലയ്ക്ക് ഞാൻ എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെയും ശ്രോതാക്കളെയും ആ സന്തോഷം അറിയിക്കുന്നു. അല്ലാഹു തആല നമ്മൾ ഓതിയ ഖത്മുകളിൽ ഇനിയും നമ്മളുടെ അശ്രദ്ധത കാരണമോ അല്ലെങ്കിൽ അറിവില്ലായ്മ കാരണമോ വല്ല പാകപ്പിഴവുകളും വന്നുപോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല വിട്ടുപൊറുത്ത് മാപ്പാക്കി നാളെ ആഖിറത്തിൽ വിശുദ്ധമായ റമളാനും വിശുദ്ധമായ ഖുർആനും അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത്, പലവരും ഒരുപാട് റേഡിയോ ശ്രോതാക്കള്, കാരണം പലവരുടെ കയ്യിലും സാധുവായ എന്റെ നമ്പർ ഉണ്ടായതുകൊണ്ട് പ്രത്യേകം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പലവരും പലജാതി രോഗങ്ങളും പ്രയാസങ്ങളും ഉള്ളവര് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത്തരം റേഡിയോ ശ്രോതാക്കളോടൊക്കെയും പറയുന്നു, എല്ലാവർക്കു വേണ്ടിയും നമ്മുടെ പ്രിയപ്പെട്ട തങ്ങളും അൻവർ ഉസ്താദൊക്കെയും ദുആ ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് ഖത്മ് നമ്മുടെ ക്ലാസ് റൂമിലേക്ക് വരാനുണ്ട്. നേരത്തെ പ്രിയപ്പെട്ട അബുസുന് അറിയിച്ചതുപോലെ സാധുവായ ഞാൻ ക്ലാസുകൾ പോകുന്ന സ്ഥലത്തൊക്കെയും എല്ലായിടത്തും ഞാൻ പറഞ്ഞത് നോമ്പ് 29-ാം രാവ് ഏനാണ് ദുആ നടക്കാറുള്ളത്. പക്ഷെ ഇന്നലെ രാത്രി ക്ലാസ് റൂമിൽ കയറിയപ്പോഴാണ് ഇന്നാണ് ദുആ എന്ന് അറിയാൻ സാധിച്ചത്. പിന്നെ പല ഭാഗത്തുള്ള സ്ത്രീകളാണ്, ആരുടെ നമ്പറൊന്നും എന്റെ കൈവശമില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ബുധനാഴ്ച വൈകുന്നേരമാകുമ്പോഴേക്ക് നിങ്ങൾ ഓടിയ ഖത്മുകളൊക്കെയും അറിയിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് KMICയുടെ ദുആയിൽ അത് ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെയും നമുക്ക് ഖത്മിന്റെ എണ്ണം കിട്ടും. അല്ലാഹു തൗഫീഖ്. നമുക്ക് നാളെ ഇൻഷാ അല്ലാഹ് നല്ലൊരു അതിമഹത്തായ ലൈവ് 29-ാം രാവിൽ ശുദ്ധമായ റമളാനിലെ ഏറ്റവും പവിത്രമായ രാവാണ് 29-ാം രാവ്. അന്നാണ് ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞവരുണ്ട്. ചിലപ്പോ ഇന്നൊക്കെ ചില ആളുകൾക്ക് ആ ലൈലത്തുൽ ഖദർ ഇപ്പൊ ഇന്നലെ കഴിഞ്ഞില്ലേ, അല്ലെങ്കിൽ ഇപ്പൊ ഇഞ്ഞൊരു അഭിപ്രായം നാളല്ലേ എന്നൊക്കെ വിചാരിച്ച് കിടന്നുറങ്ങുന്നവരോട് ഞാനൊരു കാര്യം പറയുന്നു. റമളാനിന്റെ എല്ലാ രാത്രിയും ലൈലത്തുൽ ഖദറാണ് എന്ന അഭിപ്രായമുണ്ട്. കാരണം തഫ്സീർ റാസി പോലത്ത ഒരുപാട് കിതാബ് എടുത്തു നോക്കിയാൽ 40-ലധികം അഭിപ്രായം ഏതിലുണ്ട്? ലൈലത്തുൽ ഖദർ എന്നാണ് എന്ന വിഷയത്തിൽ 40-ലധികം അഭിപ്രായം പണ്ഡിതന്മാരുടെ ഇടയിലുണ്ട്. അതിലൊരു അഭിപ്രായം കിടക്കുന്നത് റമളാനിന്റെ എല്ലാ രാത്രിയും ലൈലത്തുൽ ഖദറിന്റെ മഹത്വമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഒറ്റയായ രാവ് അല്ലെങ്കിലും ലൈലത്തുൽ ഖദറാണെന്ന അഭിപ്രായം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ ഒരു രാവിൽ തന്നെയാണ് നമ്മളുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാളെ ഒരു അതിമഹത്തായ ലൈവ് നമുക്ക് വരാനുണ്ട്. ആ ലൈവിനൊക്കെ ശേഷം നമുക്ക് ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി നമുക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. അതുകൊണ്ട് ഖത്മ് പലവരും ഇനി ചിലപ്പം ഒരു ജുസുവോ 2 ജുസുവൊക്കെ ഓതി തീർക്കേണ്ടവരുണ്ടാകും. അവര് ഖത്മ് ഓതി തീർത്തിട്ടില്ല എന്നതിന്റെ പേരിൽ ചിലപ്പം അറിയിക്കാത്തവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെയും നമ്മുടെ ലൈവിന് ശേഷവും അത് ഉപയോഗപ്പെടുത്താം എന്ന് മാത്രം ഉണർത്തി, ഞാൻ ആ ഒരു സന്തോഷം നമ്മുടെ ആ തജ്വീദിന്റെ ക്ലാസ് കാരണം ഒരുപാട് സാധാരണക്കാർ ഖുർആൻ ഓതുമ്പോ, പ്രത്യേകിച്ച് വിശുദ്ധമായ റമളാനിൽ ഖുർആൻ ഓതുമ്പോ ആ ഹർഫുകളുടെ മഖ്റജുകളൊക്കെയും ശ്രദ്ധിച്ച് ഓതാൻ
നമ്മുടെ KMIC കാരണമായിട്ടുണ്ട്. ചിലപ്പം കഴിഞ്ഞ വർഷത്തേക്കാൾ, ഞാൻ ഒന്നുകൂടി പറയുന്നു, ചിലപ്പം നമ്മുടെ പ്രചാരണവും അല്ലെങ്കിൽ വേറെന്തെങ്കിലൊക്കെയും പ്രശ്നങ്ങൾ കാരണം കഴിഞ്ഞ വർഷത്തേക്കാൾ ഖത്തമിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഖത്തമിന്റെ ആ ഓതിയത് ഒന്നുകൂടി ഭംഗിയായിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ മഖ്റജുകളും തജ്വീദൊക്കെയും പരിഗണിച്ച് പരമാവധി ശ്രദ്ധിച്ച് ഓതിയ പല സഹോദരന്മാരുമുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ എണ്ണം കുറവാണെങ്കിലും വണ്ണത്തിൽ കുറച്ച് അധികം തന്നെയാണ് എന്നും സാന്ദർഭികമായി അറിയിച്ച് എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാര് ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, ഒരു വിഷയത്തിന്റെ മഹത്വം പറയുമ്പോഴാണല്ലോ നമുക്ക് ആ ഒരു അമല് ശരിയായ രൂപത്തിൽ ചെയ്യണമെന്ന താല്പര്യം വരിക. അതുകൊണ്ട് ഞാൻ വിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട 1-2 മഹത്വങ്ങൾ ഞാൻ അറിയിക്കുകയാണ്. കാരണം ഒരു വിഷയത്തിന്റെ മഹത്വം മനസ്സിലാകുമ്പോഴാണ് ഞാൻ ചെയ്യുന്ന ആ അമല് ശരിയായ രൂപത്തിലാവണമെന്ന് സാധാരണക്കാർക്ക് താല്പര്യം വരിക എന്ന നിലക്ക് പ്രിയപ്പെട്ടവരെ, മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിലൊക്കെയും വളരെ വ്യക്തമായി ഇതിന്റെ മഹത്വങ്ങളും നിയമവശങ്ങളൊക്കെയും ചർച്ച ചെയ്യുന്നുണ്ട്. ആമുഖമായി ഞാൻ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഒരു കാര്യം ഉണർത്തുകയാണ്. ഒരു കാര്യം ചെയ്യുമ്പോ നമുക്കറിയാമല്ലോ, നമ്മുടെ ഭൗതികമായ ജീവിതത്തിൽ ഒരു കാര്യമാണെങ്കിൽ എന്ത് ശ്രദ്ധയായിരിക്കും നമുക്ക്, അല്ലേ? നമ്മളൊരു വാഹനം വാങ്ങുകയാണെങ്കിൽ, നമ്മളൊരു വീട് പണി ചെയ്യുകയാണെങ്കിൽ, നമ്മളൊരു വസ്ത്രം വാങ്ങുകയാണെങ്കിൽ, നമ്മളൊരു ഭക്ഷണം തയ്യാറാക്കുകയാണെങ്കിലൊക്കെ വലിയ ശ്രദ്ധയാണ് നമുക്ക്. അതൊക്കെ എങ്ങനെങ്കിലും ആയിക്കോട്ടെ എന്ന് നമ്മൾ ആരും ചിന്തിക്കാറില്ല. പ്രത്യേകിച്ച് നമ്മുടെ വീട് പണിയൊന്ന് ആലോചിച്ച് നോക്കി. ഒരു വീട് പണിയെടുക്കുമ്പോ എല്ലാ മസ്അല പറയുമ്പോഴും ഞാൻ പറയുന്നൊരു ഉദാഹരണമാണ്. എന്ത് ശ്രദ്ധയോട് കൂടെയാണ് നമ്മളൊരു വീട് പണിയിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഒരാൾ വന്ന് ഒരു വാതിൽ പോലീസ് ചെയ്യുമ്പോ, അല്ലെങ്കിൽ നമ്മുടെ നിലംപണി എടുക്കുമ്പോ, അല്ലെങ്കിൽ നമ്മുടെ ചുമര് തേക്കുമ്പോ, അല്ലെങ്കിൽ നമ്മുടേതായ ബാത്റൂമുകൾ ടൈൽസുകൾ കൊത്തിക്കുമ്പോ എന്തൊരു ശ്രദ്ധയും ഒരു വൃത്തിയിലുമാവണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ നമ്മുടെ പല സാധാരണക്കാർക്കും പലപ്പോഴും ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന അമലുകൾ ചെയ്യുമ്പോ അതങ്ങനെ കൗലില്ലേ, ഇതിങ്ങനെ കീഴല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയല്ലാതെ ഇപ്പൊ എങ്ങനെ ചെയ്യാൻ പറ്റുക, ഇങ്ങനെയൊക്കെ നമുക്ക് നോക്കി എത്തിപ്പോവോ എന്നൊക്കെയും പറയുന്നവര് കാണാം. ഞാൻ അത്തരക്കാര് KMICയിൽ ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. നമുക്ക് എന്നെന്നും ജീവിക്കേണ്ടത് നാളെ ആഖിറമാണെന്ന് നമുക്കറിയാം. കാരണം നമ്മളൊക്കെയും എല്ലാ വെള്ളിയാഴ്ച പകലിലും, കേരളത്തിലുള്ളവർ വെള്ളിയാഴ്ച പകലിലും, അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവിലുള്ള യശാനുസ്കാരത്തിലും, അതുപോലെ തന്നെ പിന്നെ കേരളത്തില് വെള്ളിയാഴ്ച രാവിലെ സുബഹി നിസ്കരിക്കുമ്പോഴൊക്കെയും, പിന്നെ വെള്ളിയാഴ്ച രാവിലെ സുബഹി നിസ്കരിക്കുമ്പോൾ ഏത് സൂറത്താണ് ഓതേണ്ടത് അത് മറ്റൊരു ചർച്ചയാണ്. പക്ഷെ കേരളത്തിലുള്ള ഒരുപാട് വ്യക്തികൾ ആഴ്ചയിൽ 3 പ്രാവശ്യം കേൾക്കുന്ന ഒരു ആയത്താണല്ലേ, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറത്തു ഖൈറുൻ വഅബ്ഖാ. വൽ ആഖിറത്തു, ആ സ്വർഗത്തിന്റെ മേൽ ചുറ്റിപ്പറ്റി കിടക്കുന്ന ആഖിറം, സ്വർഗീയമായ ആ ജീവിതം, അതാണ് ഖൈറുൻ, ഏറ്റവും ഉത്തമമായത്, വഅബ്ഖാ, എന്നെന്നും ശേഷിക്കുന്നത് അതാണ്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഭൗതികമായ ജീവിതത്തിലുള്ള വീട് പണിയിലല്ല, നമ്മുടെ ഭൗതികമായ ജീവിതത്തിൽ സഞ്ചരിക്കാനുള്ള വാഹനത്തിലല്ല, നേരെ മറിച്ച് ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലുകളുടെ കാര്യത്തിലായിരിക്കണം നമുക്ക് കൂടുതൽ ശ്രദ്ധ വരേണ്ടത്. അതുകൊണ്ട് ഒരു അമല് ഒരു സുന്നത്തായ അമലാണെങ്കിലും അതിന്റേതായ ശരിയായ രൂപത്തിൽ ആ അമല് ചെയ്യാനുള്ള താൽപര്യമുണ്ടാവണം. നേരെ മറിച്ച് ആ അമല് ആ സുന്നത്തുകളൊന്നും പരിഗണിക്കാതെ അതൊരു കടമ നിറവേറ്റുക എന്ന നിലക്കാണോ നമ്മളൊരു അമല് ചെയ്യുന്നത്, ചിലപ്പം ആഖിറത്തിൽ നമ്മൾ ചോദ്യത്തിൽ നിന്ന് കഴിച്ചലായേക്കാം. അതുകൊണ്ട് എല്ലാ ഫിഖ്ഹിയായ ക്ലാസ്സിലും എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരെ ഞാൻ ബോധ്യപ്പെടുത്തുന്നത് പോലൊരു കാര്യം ഞാൻ ബോധ്യപ്പെടുത്തുകയാണ്. അമല് സ്വഹീഹായി എന്നതിന്റെ പേരിൽ അമല് മഖബൂലായിക്കൊള്ളണമെന്നില്ല, അമല് സ്വഹീഹായതിന്റെ പേരിൽ സ്വർഗം ലഭിച്ചോളണമെന്നില്ല. നമുക്ക് സ്വർഗം ലഭിക്കണമെങ്കിൽ നമ്മുടെ അമല് മഖബൂലാവണം. അമല് മഖബൂലാവുന്നത് നമ്മുടെ ഇഖ്ലാസിന്റെ അടിസ്ഥാനത്തിലാണ്. അമല് സ്വഹീഹാവുന്നത് അതിന്റെ ഫറലുകളും അതിന്റെ ഷർത്തുകളും പാലിച്ചാൽ
ചിലപ്പം അമല് സഹീഹായേക്കാം. പക്ഷേ ഒരു അമല് ചെയ്യുമ്പോ ഫറലുകളും ഷർത്തുകളും മാത്രമല്ല, അതിനൊരുപാട് ആദാബുകളുണ്ട്, അതിനൊരുപാട് സുന്നത്തുകളുണ്ട്. ആ സുന്നത്തുകളും ആ ആദാബുകളൊക്കെയും പരിഗണിച്ച് ഇഖ്ലാസോടുകൂടെ ഇതെന്റെ ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന ഒരു അമലാണ് എന്നുള്ള നല്ല നിയ്യത്തോടുകൂടെ, അതുകൊണ്ട് അതിന്റെ ശരിയായ വശം എന്താണെങ്കിൽ ഞാനൊരൽപ്പം ബുദ്ധിമുട്ടിയാലും ഞാനിത് പറയാൻ കാരണം ഇന്നൊരുപാട് ഗൾഫുകാർ പറയുന്നൊരു പ്രശ്നമാണ്, സ്ഥലം അരി വാങ്ങാൻ പോകാൻ നേരമില്ല. നോക്കിങ്ങള്, ഇവർക്ക് എല്ലാവർക്കും ടീഷർട്ട് വാങ്ങാൻ പോകാൻ നേരമുണ്ട്, പാന്റ് വാങ്ങാൻ പോകാൻ നേരമുണ്ട്. ഒരു നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, ഞാൻ ഗൾഫിലൊന്നും പോയിട്ടില്ല, ഗൾഫിൽ നിന്ന് വന്ന പലരും പറഞ്ഞേക്കാം ഒരാഴ്ച 2 ആഴ്ച മുന്നേ ഒരു കാർട്ടൂൺ വാങ്ങിക്കോട്ടെ. അതിനെത്ര ഗൾഫേര് സാധനങ്ങൾ കൊണ്ടുവരാൻ നാട്ടിലേക്കുള്ള പുറപ്പാടിന് തയ്യാറായാൽ വലിയൊരു കടലാസും പറ്റി എന്താക്കും, റൂമിൽ വാങ്ങിക്കും. അങ്ങനെ അങ്ങാടികളിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഓരോ സാധനങ്ങളും പർച്ചേസ് നടത്താനാണ് ഇതിന് പറയാൻ തോന്നുന്നത്. എങ്ങനെയൊക്കെ ഇപ്പൊ ഇംഗ്ലീഷിൽ പറയാനൊന്നും എനിക്ക് കൂടുതൽ അറിയില്ല. അതായത് വാങ്ങിക്കൂട്ടുകാന്ന് പറയാം. വാങ്ങിയിട്ട് അങ്ങനെ അവർ ശ്രദ്ധിക്കുന്നു. പക്ഷെ ഇവർക്ക് എന്തിനു സമയമില്ല. കൊല്ലത്തിലൊരിക്കൽ, സർക്കാരില്ലത് ആഴ്ചയിലൊരിക്കൽ ഒരു പരിപാടിയാണെങ്കിൽ, ഞാൻ വളരെ വ്യക്തമായി എന്റെ പ്രിയപ്പെട്ട ഒരുപാട് ഗൾഫുകാർ പലപ്പോഴും വിളിച്ചറിയിക്കുന്ന ഒരു പരാതിയാണ്, അരി വാങ്ങാൻ പോകാൻ നേരമില്ല, അരി വാങ്ങാൻ ആളില്ല. 2 പ്രശ്നം ഇപ്പൊ ഇവിടെ ഉള്ളത്. ഒന്ന്, അരി വാങ്ങാൻ പോകാൻ നേരമില്ല, രണ്ടാമത്തത് അരി വാങ്ങാൻ ആളില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ എളുപ്പമൊരു മാർഗമാണ് ഒരു 15 ദിർഹമോ അല്ലെങ്കിൽ 10 ദിർഹമോ അല്ലെങ്കിൽ 5 ദിർഹമോ കൊടുത്താല് അയിമങ്ങനെ കാരണത്തിന് പെരുന്നാളിന്റെ തലേ ദിവസം കാരണം കെട്ടിത്തീരിയന്തല്ലോ എന്നൊക്കെയും പറയുന്നവരുണ്ട്. അവരോട് ഞാൻ ഒരു ചെറിയ സംഭവം ആദ്യം പറയാം, അത് നിങ്ങൾ ശ്രദ്ധിക്കാം. ഞാനിത് മസ്അലയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പറയാൻ പോകുന്ന മസ്അല പരമാവധി അതേ രൂപത്തില് ചെയ്യണം എന്ന നിലക്ക് ഒരു താൽപര്യം വരാനാണ് ഞാൻ ഇത്രയും ആമുഖം നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. അതുകൊണ്ട് ഒരു അമല് ചെയ്യുമ്പോൾ അതിന് ചില ആദാബുകളുണ്ട്, ചില മര്യാദകളുണ്ട്. ഞാൻ ചില വിഷയങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. കാരണം ഇപ്പൊ നമ്മളെ അക്കീക്കത്തടക്കുക, പല ആളുകളും എത്രയോ സാധാരണക്കാർ അതൊരു നിർബന്ധ ബാധ്യത പോലെ ഒരു കുഞ്ഞു പ്രസവിക്കുമ്പോഴേക്ക് കടം വാങ്ങിക്കുകയും ചെയ്യുന്നവർ, അല്ലെങ്കിൽ അതിന്റേതായ നല്ല കഴിവുള്ളവർ ചെയ്യുമ്പോൾ അതിനൊരെത്ര സുന്നത്തുകളുണ്ട്. അതൊന്നും പരിഗണിക്കാതെ നമ്മുടെ ഒഴിവ് നോക്കി കാര്യങ്ങൾ ചെയ്യുക. എന്നാൽ കുട്ടികൾക്ക് സ്കൂളില്ലാത്ത ദിവസം അത് ഞായറാഴ്ച, എന്നാ പിന്നെ ഞായറാഴ്ച ആയിക്കോട്ടെ അക്കീക്കത്തറക്കല്. പക്ഷെ അക്കീക്കത്തറക്കുമ്പോ അല്ലെങ്കിൽ കുട്ടിയുടെ മുടി കളയുമ്പോ അതിനൊരു ആദാബുണ്ട്. അത് പ്രസവിച്ച 7ന്റെ അന്നാവുക, 7 സാധ്യമല്ലെങ്കിൽ 14ന്റെ അന്നാവുക. ഇതൊരു ആദാബാണ്, അതിന്റെ ഒരു മര്യാദയാണ്. അപ്പൊ ഞാൻ പറയുന്നത് എല്ലാ കാര്യത്തിലും നമ്മുടെ ഒഴിവും നമ്മുടെ സൗകര്യങ്ങളുമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഏതിന്റെ കാര്യത്തില്? ആഖിറത്തിന്റെ അമലിന്റെ കാര്യത്തില്. നേരെ മറിച്ച് നമ്മുടെ ഭൗതികമായ കാര്യത്തിലോ സുബ്ഹാനല്ലാഹ് യാതൊരു മടിയുമില്ല. ഗാലക്സി ഗ്രാനൈറ്റ് ചിക്കു ബാംഗ്ലൂർ പോയിട്ട് കൊണ്ടാൽ ആ സംഗതി ഒന്നും കൂടി ഉഷാറാകല്ലേ. എത്ര ആളുകളാ മൂത്രമൊഴിച്ചാൽ കഴുകാൻ വല്ലല്ലാത്ത സ്ഥലത്തേ, അങ്ങനെ പറഞ്ഞേക്കാം. അങ്ങനെയൊക്കെ ഈ ഗ്രാനൈറ്റും മാർബിളൊക്കെ പോകുന്ന ആ സ്ഥലം എനിക്ക് യാതൊരു വിഷമമില്ല, ഒരു പ്രയാസമില്ല. ഞാൻ കൂട്ടത്തിൽ എന്റെ ഗൾഫുകാരോട് ഒരു കാര്യം കൂടി പറയാൻ, 6 മാസത്തിന് നാട്ടിൽ നിന്നിട്ട് ഒരു നമ്മുടെ കേരളത്തിലൊക്കെ എത്ര ആലിമീങ്ങള്, എത്ര മഹാന്മാരുടെ മക്കാമുകൾ, ആ മക്കാമുകളിൽ പോയിട്ടൊന്ന് സിയാറത്ത് ചെയ്യാൻ സമയമില്ല. പക്ഷെ നമ്മുടെ ഭൗതികമായ ഒരു വീട് പണി നടക്കുകയാണെങ്കിൽ അതിനു വേണ്ടി സാധനങ്ങൾ അന്വേഷിക്കാൻ, അതിനു വേണ്ടിയുള്ള സാധനങ്ങൾ എവിടെയാണ് കിട്ടുന്ന നേരത്ത് പോയി വാങ്ങിക്കൊണ്ടുവരാൻ നമുക്ക് സമയം നമുക്കെപ്പോഴും ഭൗതികമായ ജീവിതത്തെയാണ് നിങ്ങൾ തെരഞ്ഞെടുക്കുന്നത് എങ്കിൽ ആഖിറമാണ് എന്നെന്നും ശേഷിക്കുന്നതും മറ്റുള്ള ഈ ഭൗതികമായ ജീവിതത്തെക്കാൾ ഏറ്റവും ഖൈറായത്. ആ നിലയ്ക്ക് ഞാൻ പറയുന്നു,
ആദാബുകൾ പരിഗണിച്ചിട്ടില്ലെങ്കിൽ, ഒരു അമല് ചെയ്യുമ്പോൾ അതിന്റെ സുന്നത്ത് പരിഗണിച്ചിട്ടില്ലെങ്കിൽ നമുക്കതിന്റെ കൂലി വളരെ നഷ്ടാവും. ഞാൻ എന്റെ ഗൾഫുകാരോട് പലപ്പോഴും എന്റെ വിശദീകരണങ്ങൾ കൂടുമ്പോ ഈ ചങ്ങായിയുടെ മസലഞ്ഞ് എപ്പോഴാ പറയാ എന്ന് വിചാരിച്ച് ചിലപ്പോ ഓഫാക്കി പോകുന്നവരോട് ഞാനൊന്ന് പറയട്ടെ. വിത്ർ സക്കാത്ത് കൊടുക്കേണ്ട അഫ്ളലായ ഏറ്റവും ഉത്തമമായ ഒരു സമയമുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഞാൻ എന്റെ ക്ലാസ്സിൽ എന്റെ വിശദീകരണത്തിൽ വരും. ഒന്ന്, എന്റെ പ്രിയപ്പെട്ട ഗൾഫുകാരായ പ്രവാസികളാവുന്ന KMA പ്രവർത്തകരോട് ഞാൻ പറയുന്നു, ഒന്ന് പറഞ്ഞ സമയത്താണ്, ആ സമയത്ത് തന്നെ ഒന്ന് കൊടുക്കാൻ നോക്കി എന്ന് പറഞ്ഞാൽ എത്ര ഉപകാരം ഉണ്ടാവും. ആ ഒരു ഉപകാരത്തിന്റെ മഹത്വം അറിയാൻ ഞാനൊരു ചെറിയ സംഭവം പറയാം. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, അല്ലേ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പെരുന്നാൾ നിസ്കരിക്കാൻ പോകുന്നതിന് മുമ്പ് വിത്ർ സക്കാത്ത് കൊടുക്കാൻ മറന്നുപോയി. ഞാൻ ശ്രദ്ധിക്കണം, ഞാൻ നല്ല ഒരു പോയിന്റിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. ഒരു അമല് ചെയ്യുമ്പോ അതിന്റെ ആദാബ് പരിഗണിച്ച് വെറും ഷർത്തും ഫർളും മാത്രം നോക്കിയാൽ അമല് ചെയ്യല്ല. അതിന്റെ ഒരു ആദാബ്, അഥവാ ആദാബ് എന്ന് പറഞ്ഞാൽ അതിന്റെ മര്യാദകൾ എന്ന് പറയാം, അല്ലെങ്കിൽ സുന്നത്തുകൾ എന്ന് പറയാം. ആ സുന്നത്തുകൾ കൂടി പരിഗണിച്ച് അമൽ ചെയ്യുമ്പോ അതിന്റെ ഒരു മഹത്വം നോക്കാനും മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അതാ ഒരിക്കൽ പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പ് വിത്ർ സക്കാത്ത് കൊടുക്കാൻ മറന്നുപോയി. പക്ഷെ അതൊരു എന്തുള്ളൂ ഏറിക്കഴിഞ്ഞാൽ ഞാൻ ഇതൊരു മസല വരുന്നുണ്ട്. വിത്ർ സക്കാത്ത് പെരുന്നാൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കൊടുക്കൽ സുന്നത്താണ്, ശേഷം കൊടുക്കൽ ഏറിക്കഴിഞ്ഞാൽ കറാഹത്താണ് മസല വരിക. അതിന്റെ 5 സമയങ്ങൾ ഞാൻ വിശദീകരിക്കുന്നുണ്ട് ആവശ്യത്തിനനുസരിച്ച്. അപ്പൊ ഏതായിരുന്നാലും ഒരു ഹറാമോ അല്ലെങ്കിൽ വലിയൊരു തെറ്റാണെന്നും പറയാൻ വയ്യ. അതുതന്നെ മറന്നുപോയതാ, കൽപ്പിച്ചുകൂട്ടി ചെയ്തതല്ല, പക്ഷെ മറവി സംഭവിച്ചതാ. ഈ മറവിക്കു പരിഹാരമായി മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഒരു അടിമയെ മോചിപ്പിച്ചു. നോക്കി നിങ്ങൾ, പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പ് വിത്ർ സക്കാത്ത് കൊടുക്കാൻ മറന്നതിന്റെ പേരിൽ, ആ ഒരു ചെറിയ സുന്നത്ത് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ അതിന്റെ കൂലി കരസ്ഥമാക്കാൻ ഫജഅല കഫാറത്തഹു ഇത്ഖ റഖബത്തിൻ, ഒരു അടിമയെ മോചിപ്പിക്കല് അതിന്റെ കഫാറത്ത്, അതിന്റേതായ പ്രായശ്ചിത്യമാക്കി. എന്നിട്ട് എന്തു ചെയ്തു? സുമ്മ ജാഅ അൻ-നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നു. ഫഖാല, എന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നസീതു സകാത്തൽ ഫിത്രി, വിത്ർ സക്കാത്ത് ഞാൻ മറന്നുപോയി. ഖബല സലാത്തിൽ ഈദ്, പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പ് വിത്ർ സക്കാത്ത് കൊടുക്കാൻ ഞാൻ മറന്നുപോയി നബിയെ. ഫജഅൽതു കഫാറത്തഹു ഇത്ഖ റഖബത്തിൻ, പകരം ഞാൻ അതിനൊരു അടിമയെ ഞാൻ എന്താക്കി? മോചിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ട പ്രവാസികൾ അവനവന്റെ ഭാര്യയോട് പറയേണ്ട ഒരു വിഷയത്തിന്റെ ഗൗരവമാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. ഈ ഒരു വിഷയം പറഞ്ഞപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞത് എന്താണെന്നറിയുമോ? ഉസ്മാനെ, ഈ വിത്ർ സക്കാത്ത് പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പേ കൊടുക്കാത്തതിനു പകരം നീ 100 അടിമയെ ഇത്തിക്ക് ചൊല്ലിയാൽ, ഒരു അടിമനല്ല, ഇജിപ്പ് അതിനൊരു പകരമായി ചെയ്തത് ആ ഒരു സുന്നത്ത് നഷ്ടപ്പെട്ടതിന്, അല്ലെങ്കിൽ ഒരു ചെറിയ മറവി സംഭവിച്ചതിന് ഒരു അടിമയെ മോചിപ്പിക്കുക വലിയ സ്ഥാനാണ്. ഒരു അടിമയെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ വലിയ മഹത്വമുള്ളതാ. അതിനു പകരം നീ 100 അടിമയെ, ലൗ അഅതഖത യാ ഉസ്മാൻ 100 റഖബത്തിൻ, നീ 100 അടിമയെ നീ ഇത്തിക്ക് ചൊല്ലിയാൽ ഏതിന്റെ പ്രതിഫലം കരസ്ഥമാക്കാൻ എന്നെ കൊണ്ട് സാധിക്കൂല? പെരുന്നാൾ നിസ്കാരത്തിന്റെ മുന്നേ വിത്ർ സക്കാത്ത് കൊടുത്തതിന്റെ മഹത്വം, ആ ഒരു കൂലി കരസ്ഥമാക്കാൻ നിന്നെ കൊണ്ട് സാധിക്കൂല. തന്നെ നമുക്ക് മനസ്സിലായി. ഈ ഒരു ചെറിയ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായതെന്താ?
ഒരു അമല് ചെയ്യുന്ന സമയത്ത് അതിന് ചില ആദാബുകളുണ്ട്, അതിന് ചില മര്യാദകളുണ്ട്. അതങ്ങനെയും കീലുണ്ട്, ഇങ്ങനെയും കൗലുണ്ട്. അതൊക്കെ ഇപ്പൊ അങ്ങനെ തന്നെ നടക്കുള്ളൂ. ഗൾഫേക്ക് പത്ര തന്നെ നടക്കുള്ളൂ. മൊയ്ലിയർക്ക് അങ്ങനെ പറഞ്ഞാൽ മതി. ചില ആൾക്കാരൊക്കെ പറയല്ലോ, നമ്മളെ കേരളം അറിയുമ്പോ ചില നാടന്മാര് ചായപ്പൂരിയിൽ ഇരുന്നിട്ട് പറയും, എന്താപ്പ മൊയ്ലിയർക്ക് പള്ളിക്കെന്ന് അങ്ങനെ പറഞ്ഞൂലേ, മൊയ്ലിയർക്ക് അട്ടിപ്പാത്രം പള്ളിക്കൽക്ക് റൂമിൽ കെട്ടൂലേ, പാത്രം തോന്നാ മൊയ്ലിയർക്ക് ചോരായി, നാട്ടേരെ വിഷമം ആൾക്കാർക്കറിയോ എന്നൊക്കെയും പറഞ്ഞ് പലപ്പോഴും കളിയാക്കാറുണ്ട്. അവരോട് ഞാൻ പറയുന്നു, ഒരു വിഷയം ചെയ്യുമ്പോ അതിന് ചില ആദാബുകളും മര്യാദകളുമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട മര്യാദ, ആദാബ്, സുന്നത്ത്, അത് വിത്ർ സക്കാത്ത് എപ്പോ കൊടുക്കണം, അതിന്റെ ഒരു അഫ്ളലായ സമയം. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് വെറും ഷർത്തുകളും ഫർളുകളും മാത്രം പറഞ്ഞ് ഒരു അമല് സഹീഹാക്കുന്ന ഒരു അവതരണം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ചെയ്യുന്നത് ചില അദബുകളും മര്യാദകളും പാലിച്ച് ചെയ്യുമ്പോ ഞാൻ നോക്കൂ, ഒരു കാര്യം കൂടി ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. മഹാന്മാർ പറയുന്ന ഒരു മസ്അല കാണാം. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് നിസ്കാരങ്ങൾ നമ്മൾ അറിയാതെ ഖളാ ആയി പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചെയ്ത നിസ്കാരം ബാത്തിലായി പോയിട്ടുണ്ടാവും. അത് നമ്മൾ അറിഞ്ഞിട്ടില്ല. എനിക്കങ്ങനെ ഒരു നിസ്കാരം ഖളാ ഉണ്ട് എന്ന് എനിക്ക് ഓർമ്മയില്ല, അല്ലെങ്കിൽ എന്റെ ശ്രദ്ധയിലില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിസ്കാരം എനിക്ക് ബാത്തിലായി പോയിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷേ ആഖിറത്ത് ചെല്ലുമ്പോ അതിനുള്ള പരിഹാരം എന്താ? സുന്നത്ത് നിസ്കാര. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സുന്നത്ത് നിസ്കാരം നമ്മൾ കുറെ നിസ്കരിച്ചിട്ടുണ്ട്, നമ്മൾ കുറെ തറാവീഹ് നിസ്കരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കരിച്ചിട്ടില്ല. ഒരു നിസ്കാരം കിടപ്പുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഒരു നിസ്കാരം ദിവസത്തെ സുബഹി ഞാൻ നിസ്കരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇന്നാലിന്ന ദിവസം ഞാൻ ഇന്നാലിന്ന വഖ്ത് നിസ്കരിച്ചപ്പോൾ അത് ബാത്തിലായിരുന്നോ ഒരു വെപ്രാളത്തിൽ ഒരു ദിവസം ഇവനിക്കൊരു വഖ്ത് നിസ്കരിക്കാൻ കൂടിയിട്ടില്ല, പിന്നെ അവനതങ്ങനെ മറന്നുപോയി, അവന്റെ ശ്രദ്ധയിൽ നിന്നത് ഇല്ലാതെയായി. പക്ഷേ അവന്റെ ജീവിതത്തിൽ കുറെ തറാവീഹ് നിസ്കാരങ്ങൾ, അവന്റെ ജീവിതത്തിൽ കുറെ ഫർള് നിസ്കാരങ്ങൾ നിസ്കരിക്കുമ്പോ തന്നെ അതിന്റെ ആദാബുകളും മര്യാദകളൊക്കെയും പാലിച്ച് അവൻ നിസ്കരിച്ചിരുന്നു എങ്കിൽ ആ ഫർള് നിസ്കാരത്തിനു പകരം ഇവന്റെ സുന്നത്തായ അമല് നിൽക്കുമെന്ന് മഹാന്മാർ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് വളരെ വ്യക്തമായി പറയുന്നു, നമ്മൾ ഏത് അമല് ചെയ്യുമ്പോഴും ആ അമലിന്റെ ശരിയായ വശം ശ്രദ്ധിച്ചാൽ ചിലപ്പം എന്തെങ്കിലൊക്കെയും ഷർത്തുകളിലോ ഫർളുകളിലോ അർക്കാനുകളിലുള്ള പോരായ്മ, നമ്മുടെ ആദാബിലുള്ള ശ്രദ്ധ, നമ്മുടെ സുന്നത്തുകളിലുള്ള ശ്രദ്ധ നമുക്കത് ഉപകാരം ചെയ്യുമെന്ന് മാത്രം ഉണർത്തി ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് ഒന്നുകൂടി ആവർത്തിക്കുന്നു. പ്രിയപ്പെട്ട ഭർത്താവായ ശ്രോതാക്കളെ, അതല്ലെങ്കിൽ പിതാക്കളായ ശ്രോതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ അല്ലെങ്കിൽ ഭാര്യ സന്താനങ്ങളുടെ വിത്ർ സക്കാത്ത് കൊടുക്കുമ്പോൾ അതതിന്റേതായ ശരിയായ രൂപത്തിലായിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ കൊടുക്കാൻ സാധിച്ചിട്ട് കൊടുക്കാതിരുന്നാൽ അവരുടെ നോമ്പിനെ അത് ബാധിക്കുന്നതാണ്. കാരണം മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ ആ വിഷയം ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ ചെയ്യുന്നുണ്ട്. ഞാനൊന്ന് സൂചിപ്പിക്കാം, സാധാരണക്കാരുടെ ഖൽബിലേക്ക് വിഷയങ്ങളുടെ പ്രാധാന്യം ഇറങ്ങി വരാൻ വേണ്ടി. കാരണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം, സൗമു റമളാന, റമളാൻ മാസത്തിലെ നോമ്പ്, മുഅല്ലഖുൻ, അത് ബന്ധിപ്പിക്കപ്പെട്ടതാണ്, ബൈനസ്സമാഇ വൽ അർളി, ആകാശഭൂമികളുടെ ഇടയിൽ, ലാ യുർഫഉ, ആ വിശുദ്ധമായ റമളാനിലെ നോമ്പിനെ ഉയർത്തപ്പെടുകയില്ല, ഇല്ലാ ബി സകാത്തിൽ ഫിത്രി, ഫിത്ർ സകാത്ത് കൊടുക്കൽ കൊണ്ടല്ലാതെ. റസൂലുള്ളാഹിന്റെ ഹദീസാണ്. നമ്മൾ നോറ്റ നോമ്പ് ആകാശഭൂമികളുടെ ഇടയിൽ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. നമുക്ക് ആ നോമ്പ് ഉപകാരം ചെയ്യണമെങ്കിൽ നാളെ ആഖിറത്തിൽ ഈ നോമ്പ് കൊണ്ടുള്ള
പ്രതിഫലം നമുക്ക് ലഭിക്കണമെങ്കിൽ അത് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടാനുള്ള ഒരു നിബന്ധനയാണ് വിത്തുൽ സക്കാത്ത് നൽകുക എന്നുള്ളത്. പക്ഷെ അവിടേക്കും ചില ഇഷ്കാലുകൾ സാധാരണക്കാർക്ക് വരും. നോമ്പില്ലാത്ത ചെറിയ പിഞ്ചോമന പൈതങ്ങൾക്കും ഉസ്താദെ വിത്തുൽ സക്കാത്ത് നിർബന്ധമല്ലേ? അപ്പൊ അതുകൊണ്ട് പിന്നെ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അതവിടെ നിൽക്കട്ടെ. ഞാൻ നിങ്ങളുടെ മാനത്ത് ചിലപ്പം ക്ലാസ് റൂമിലുള്ള ഉസ്താദുമാരുടെ കൽബിൽ അങ്ങനെയൊക്കെ ഒരു ശ്രദ്ധ വരും. അതിനൊക്കെയും കിതാബുകളിൽ മറുപടി പറയുന്നുണ്ട്. ഇനി സാന്ദർഭികമായി ഉണർത്തി ഈ ഒരു ഹദീസിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയുന്നു, നോമ്പ് നോറ്റതിന്റെ യഥാർത്ഥ പ്രതിഫലം ഒരാൾക്ക് കരസ്ഥമാവണമെങ്കിൽ വിത്തുൽ സക്കാത്ത് കൊടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അത് കൊടുക്കാതിരുന്നാൽ വിശുദ്ധമായ റമളാൻ മാസത്തിൽ നോമ്പ് നോറ്റതിന്റെ അതിന്റെ ഒരു പരിപൂർണമായ പ്രതിഫലം കിട്ടുകയില്ല. അവിടെ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ വിത്തുൽ സക്കാത്ത് കൊടുത്താ പോലല്ലോ, നമ്മളെന്ത് ചെയ്തു? നമ്മളെ പേരിൽ ഒരു 3 കിലോ അരി കൊടുത്തു. പക്ഷെ അത് യഥാർത്ഥത്തിൽ അതിന്റെ നിബന്ധനകൾ പാലിക്കാത്തതിന്റെ പേരിൽ, അവകാശികൾക്ക് കിട്ടാത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ നിയ്യത്ത് പോലത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ കൊടുത്ത വിത്തുൽ സക്കാത്ത് സഹിയായിട്ടില്ലെങ്കിൽ അവൻ വിത്തുൽ സക്കാത്ത് കൊടുക്കാത്തവനെ പോലെയാണ്. അപ്പൊ അവന് പേരിനവൻ വിത്തുൽ സക്കാത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും, അവനും അരി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതിന്റെ നിബന്ധനകൾ പാലിക്കാത്തതിന്റെ പേരിൽ അത് സഹീഹാവാതെ പോയിട്ടുണ്ട്, നിയ്യത്ത് വെച്ചേടത്ത് തകരാറ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവകാശികളെ കണ്ടുപിടിക്കുന്ന വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഏതോ ഒരാൾ പറഞ്ഞു യത്തീംഖാനയ്ക്ക് കൊടുത്താൽ മതി, വേറൊരാള് പറഞ്ഞു ഇവിടെ നാട്ടിൽ റിലീഫ് പ്രവർത്തനം നടത്തുന്നുണ്ട്, ഏതായാലും സാധുക്കൾക്കല്ലേ റിലീഫ്. ഇതൊക്കെ അപ്പൊ ന്യായീകരണം. ശ്രദ്ധിക്കണം. പല നാടുകളിലുള്ള ഇന്ന് ഈ ഇയാദ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത്, നമ്മുടെ ആഫ്രിക്കയിലുള്ള സുഹൃത്ത് എന്നോട് വിളിച്ചു പറഞ്ഞതാ, സ്ഥലേ 15 കൊല്ലം മുന്നേ KMIC-യിലേക്ക് സാധുവായ ഞാൻ എത്തുന്നതിന് മുമ്പ് ഞാൻ കാശ് കൊടുത്തിരുന്നു. ഒരു പൈസ വന്നിട്ട് കാശ് പിരിച്ചു കൊണ്ടുപോകട്ടെ. ഒരു പൈസ വന്നിട്ട് നിങ്ങളുടെ വിത്തുൽ സക്കാത്ത് എന്നും പറഞ്ഞ് കാശ് പിരിച്ചു കൊണ്ടുപോകും. ഞങ്ങളെന്ത് വിചാരിച്ചു? പൈസയല്ലേ. ഞാനിപ്പോ വേറെ ഏതെങ്കിലും ബിരുദധാരികളും ചെയ്യുന്നുണ്ടാവും. ഞാൻ ആരെയും ഒരു ബിരുദം വെച്ച് മൂപ്പർ പറഞ്ഞത് ഞാൻ പറയാണ്. ഒരു ബിരുദധാരിയല്ലേ, ഒരു ഉസ്താദല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ കാശ് കൊടുക്കും. പക്ഷെ നമ്മുടെ KMIC-യിൽ എത്തിയപ്പോഴാണ് നമ്മുടെ മദ്ഹബ് പ്രകാരം കാശ് കൊടുത്തിട്ട് കാര്യമില്ല, പിന്നെ ഐഡി വാങ്ങാൻ ആളില്ല എന്നുള്ള പരാതിയാണ്. ഇൻഷാ അല്ലാഹ് പരാതിക്ക് ഞാൻ പരിഹാരം പറയും എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. അപ്പൊ നമ്മൾ കൊടുത്ത വിത്തുൽ സക്കാത്ത് സ്വഹീഹാവാതെ വന്നാൽ നമ്മൾ വിത്തുൽ സക്കാത്ത് കൊടുക്കാത്തതുപോലെയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ അമലുകൾ സഹീഹാവണമെങ്കിൽ, പ്രത്യേകിച്ച് വിശുദ്ധമായ റമളാൻ മാസത്തിലെ നോമ്പിന്റെ യഥാർത്ഥ പ്രതിഫലം കിട്ടണമെങ്കിൽ വിത്തുൽ സക്കാത്ത് നമ്മുടെ മദ്ഹബ് പ്രകാരം, ശാഫിഈ മദ്ഹബ് പ്രകാരം, നമ്മളൊക്കെ ശാഫിഈ മദ്ഹബ് സ്വീകരിക്കുന്നവരാണല്ലോ, അതുകൊണ്ട് ശാഫിഈ മദ്ഹബിലെ നിബന്ധനകൾ പാലിച്ച് നമ്മൾ ആ വിത്തുൽ സക്കാത്ത് സഹീഹായ നിലക്ക് അതിന്റെ ആദാബുകളൊക്കെയും പാലിച്ച് നൽകുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ വിത്തുൽ സക്കാത്താവുന്നത്. അപ്പോഴാണ് ഒരു മാസക്കാലം നമ്മൾ ദാഹിച്ചു പൊരിഞ്ഞ്, അല്ലേ പ്രിയപ്പെട്ടവരെ, കേരളക്കാർക്ക് അതിന്റെ ഗൗരവം അറിയില്ല. ഇന്നൊക്കെയും കുറച്ച് നല്ല വെയിൽ വന്നപ്പോഴേക്ക് ഒരുപാട് കേരളക്കാർക്ക് നോമ്പുകാര് ഇന്ന് വല്ലാത്ത ദാഹമാണ്, ഇന്ന് നല്ല ചൂടുണ്ടെന്ന്. പക്ഷേ എന്റെ പ്രിയപ്പെട്ട ഗൾഫുകാർക്ക് അറിയില്ലേ എത്ര ശക്തിയായ ചൂടിലാണ് പ്രിയപ്പെട്ട ഗൾഫുകാരെ നിങ്ങളൊക്കെയും നോമ്പ് നോക്കുന്നത്, അല്ലേ? ആ നോമ്പ് നോറ്റതിന്റെ പ്രതിഫലം നാളെ ആഖിറത്തിൽ നമുക്ക് ലഭിക്കണമെങ്കിൽ നാം കൊടുക്കുന്ന വിത്തുൽ സക്കാത്ത് അതിന്റെ മര്യാദകൾ പാലിച്ചും കൊണ്ടായിരിക്കണം. ഇതാണ് സൗമു റമളാന മുഅല്ലഖും ബൈന السماء والارض لا يرفع الا بزكاة الفطر എന്നുള്ള ഹദീസിന്റെ മാന. അങ്ങനെ മഹാന്മാർ അതൊക്കെയും വിശദീകരിച്ചിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, അതായത് അവർക്ക് ചെലവിന് കൊടുക്കൽ നിർബന്ധമായ ആൾക്കാരുടെ വിത്തുൽ സക്കാത്ത് കൊടുക്കുന്നിടത്ത് ഇവൻ പാകപ്പിഴവ് വരുത്തി, അതായത് ഭാര്യന്റെ വിത്തുൽ സക്കാത്ത് ഇവൻ കൊടുത്തില്ല, അല്ലെങ്കിൽ മക്കളുടെ വിത്തുൽ സക്കാത്ത് ഇവൻ കൊടുത്തില്ല, അല്ലെങ്കിൽ ഇവനിക്ക് ചെലവിന് കൊടുക്കൽ നിർബന്ധമായ ആൾക്കാരുടെ വിത്തുൽ സക്കാത്ത് ഇവൻ കൊടുത്തില്ലെങ്കിൽ അവരുടെ നോമ്പിനെ അത് ബാധിക്കുമോ ബാധിക്കില്ലേ എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നിടത്ത് പറയുന്നത്, ആ
ചെലവിന് കൊടുക്കൽ നിർബന്ധമായവരുടെ ഫിത്ർ സക്കാത്ത് ചെലവിന് കൊടുക്കൽ നിർബന്ധമായവൻ അതിന്റെ ശരിയായ രൂപത്തിൽ കൊടുത്തിട്ടില്ലെങ്കിൽ അവരുടെ നോമ്പിന്റെ പ്രതിഫലത്തെയും അത് ബാധിക്കുമെന്ന് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സക്കാത്ത് വളരെ വസ്തുനിഷ്ഠമായി അതിന്റെ ശരിയായ രൂപത്തിലായിട്ട് കൊടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്കിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം, ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നവന് വലിയ പ്രതിഫലങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്നാമത് അവന്റേതായ ദോഷങ്ങളെ തൊട്ട് അവന്റെ ശരീരത്തെ ശുദ്ധീകരിക്കുക എന്നുള്ളതാ. ദോഷങ്ങളെ തൊട്ട് അവന്റെ ശരീരത്തെ ശുദ്ധീകരിക്കുക, അതുപോലെ തന്നെ നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുക, അവന്റെ നോമ്പ് മഖ്ബൂലായി തീരുക, സ്വർഗം ലഭിക്കുക, അതുപോലെ തന്നെ ഖബറിൽ നിന്ന് പുറപ്പെടുമ്പോ നല്ല വിശ്വസ്തനായി റാഹത്തായി സന്തോഷവനായി പുറപ്പെടാൻ സാധിക്കുക. പ്രിയപ്പെട്ട സാധാരണക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. പണ്ഡിതന്മാർ അവരുടേതായ കിതാബുകളിൽ വിശദീകരിക്കുന്ന ചില ഭാഗങ്ങള്, പാരത്രികമായ ജീവിതത്തിലെ ചില രംഗങ്ങള്, അതായത് സുവർണ്ണ കാഹളത്തിൽ രണ്ടാമത്തെ പ്രാവശ്യം ഇസ്രാഫീൽ അലൈഹിസ്സലാം മൂടിക്കഴിഞ്ഞാൽ എല്ലാ ഖബറാളികളും ഖബറിൽ നിന്ന് എഴുന്നേറ്റ് അവർ മഹ്ശറയിലേക്ക് പോകുന്ന രംഗമുണ്ട്. ചില പണ്ഡിതന്മാർ 12 രൂപം വിശദീകരിക്കുന്നുണ്ട്, ചില പണ്ഡിതന്മാർ 40 രൂപം വിശദീകരിക്കുന്നുണ്ട്. അവിടെ സാന്ദർഭികമായി അത് പെരുന്നാളിന്റെ തലേ ദിവസം ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യമാണ്. ചിലപ്പം അന്ന് പെരുന്നാൾ തിരക്കിൽ എല്ലാവരും തുണിങ്കുപ്പായ ഉണ്ടാക്കാൻ പോകുന്ന തിരക്കിൽ കേട്ടിയില്ലെങ്കിലോ എന്ന നിലയ്ക്ക് ഞാൻ ഇപ്പൊ പറയാ. അതിൽ ഒരു വിഭാഗം പറയുന്നുണ്ട്, അവര് ദുർഗന്ധം വമിക്കുന്ന രൂപത്തിലാണ് മഹ്ശറയിലേക്ക് വരിക ഖബറിൽ നിന്ന്. അതായത് അവര് മഹ്ശറയിലേക്ക് പോകുമ്പോ എന്ത് ചെയ്യും, അവര് മൂക്ക് പൊറ്റിപ്പൊളിക്കും ഒപ്പമുള്ളവര് ഇവന്റെ ദുർഗന്ധം സഹിക്കാനിട്ട്. അതിനൊരു കാരണം പറയുന്നത്, ചിലവർ സുഗന്ധം ഉപയോഗിക്കുന്നവരുണ്ട്. സുഗന്ധം ഉപയോഗിക്കുമ്പോൾ നമ്മൾ കരുതേണ്ടതെന്താ, പ്രത്യേകിച്ച് ഇനി നമ്മളെ പെരുന്നാളിന്റെ ഭാഗമായി നമ്മളൊക്കെ സുഗന്ധം ഉപയോഗിക്കും അല്ലേ, അതൊരു റസൂലുള്ളാഹിന്റെ സുന്നത്താണ് എന്ന നിലക്ക് പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചിന്തയാണ്, ഞാനൊരു സുഗന്ധം ഉപയോഗിച്ച് പള്ളിക്കൽക്കാണ്ട് ചെന്നോക്കിയാല്, അല്ലെങ്കിൽ ഞാനും എന്റെ ഭാര്യ സുഗന്ധം ഉപയോഗിച്ച് പുറത്തേക്ക് ഇറങ്ങിയാല് ആരും ഒന്ന് തിരിഞ്ഞു നോക്കണം, എവിടെന്ന് അത്ര നല്ല സ്മെല്ല് വരുന്നത്, ഇത്ര നല്ല വാസനല്ല സുഗന്ധം ആരാ ഉപയോഗിച്ചത് എന്നൊരു നാലാള് പറയണമെന്ന് ചിന്തിക്കുന്നവർ വളരെ അപൂർവമായിട്ടില്ലായികയില്ല. പക്ഷേ അങ്ങനെ മറ്റുള്ളവരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ആരെങ്കിലും ദുനിയാവില് സുഗന്ധം ഉപയോഗിച്ചാൽ അവൻ നാളെ ഖബറിൽ നിന്ന് ആ മഹ്ശറയിലേക്ക് പോകുമ്പോൾ ദുർഗന്ധം വമിക്കുകയും അവന്റെ ദുർഗന്ധം അവനിൽ നിന്നുള്ള ദുർഗന്ധം വമിക്കൽ കാരണം എന്ത് ചെയ്യുന്നു, മറ്റുള്ളവരൊക്കെയും മൂക്ക് പൊട്ടിപ്പിടിക്കുമെന്നൊക്കെയും മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതായിരുന്നാലും ഖബറിൽ നിന്ന് മഹ്ശറയിലേക്ക് പോകുന്ന രംഗം അത് വല്ലാത്ത ഒരു രംഗമാണ്. കൂട്ടത്തിൽ ഇവരൊരു കാര്യം വിശദീകരിക്കേണ്ടതുണ്ട്. തൊണ്ടി ന്യായം പറഞ്ഞ് സക്കാത്ത് കൊടുക്കാത്ത പലവരുമുണ്ട്. ഫിത്ർ സക്കാത്തായാലും മുതലിന്റെ സക്കാത്തായാലും ഓരോ ഒഴികഴിവ് പറഞ്ഞ് സക്കാത്ത് കൊടുക്കാത്തവരുണ്ട്. ഞാൻ വലിയ സംഖ്യ കടക്കാരനാണ്, ഞാൻ കട തുടങ്ങിയതിന്റെ കടം തന്നെ വീടിയിട്ടില്ല, പിന്നെന്തിനാ ഞാൻ സക്കാത്ത് കൊടുക്കുന്നത്, ഞാൻ തന്നെ വലിയ സക്കാത്തിന്റെ അവകാശിയാ. ചിലരെ ന്യായാണത്. ഒരാളിനോട് ചോദിക്കാണ്, എന്താണ്, ചില ആൾക്കാരുടെ ചോദ്യം കേൾക്കാൻ ഭയങ്കര രസാ. ഓനിങ്ങനെ ചോദിച്ചിട്ട് അവസാനം അബൂറയ്യാൻ പറയണം, എന്നാ അങ്ങനെ ചങ്ങൾ സക്കാത്ത് കൊടുക്കണ്ട. ലാസ്റ്റ് വേറെ ആരോടെങ്കിലൊക്കെ പറയും, എന്താ ഇത് സക്കാത്ത് കൊടുക്കാത്തത്, അബൂറയ്യാൻ നിക്ക് സക്കാത്ത് നിർബന്ധമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാനത് പറയാൻ കാരണം വെറുതെ അല്ല. മുമ്പ് ബഹ്റൈനിൽ നിന്നുള്ള ഒരാൾ എനിക്ക് ഫോൺ ചെയ്യാൻ, അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അയാള് ചില ഞൊക്കിരി ന്യായം അയാൾ സത്യാവസ്ഥ മറച്ചുവെച്ച് ഒരു എന്ത് ഹോട്ടലിനാ പറയാ, 5 സ്റ്റാർ ഹോട്ടലിൽ ഒരു ജോലിയെക്കുറിച്ച് എന്നോട് അന്വേഷിച്ച്, ഈ കള്ളും വ്യഭിചാരം എല്ലാം നടക്കുന്ന ഒരു ഹോട്ടലിലുള്ള ജോലിയെ സംബന്ധിച്ച്. പക്ഷെ അതിലത്തെ ഒരുപാട് കാര്യം അയാൾ മറച്ചുവെച്ചിട്ടാണ് അയാൾ എന്നോട് സംസാരിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നെ അതിൽ ജോലി ചെയ്യാനാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ജോലി ചെയ്യാനാണ്. സുബ്ഹാനല്ലാഹ്, ഇയാള് ചെന്നിട്ട് വേറൊരു സുഹൃത്തിനോട് പറഞ്ഞു, അബൂറയ്യാൻ ഉസ്താദിനോട് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു ജോലി ചെയ്യുന്നോണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ആ സുഹൃത്ത് എനിക്ക് വിളിച്ച്,
ഉസ്താദെ നിങ്ങളെ ഇങ്ങനെ ഈ 5 സ്റ്റാർ ഇന്നാലിന്ന രൂപത്തിലുള്ള ഹോട്ടലിൽ ജോലി ചെയ്യാമെന്ന് ഉസ്താദ് പറഞ്ഞു നാണല്ലോ ഇന്നോട് ഇന്നാലിന്നാല് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞു ഞാൻ ആ നിലക്കല്ല, അയാൾ ഇന്ന രൂപത്തിലാണ് എനിക്ക് വിശദീകരിച്ചു തന്നത്. ആ നിലക്കാണെങ്കിൽ ഫിഖിന്റെ വീക്ഷണത്തിൽ തെറ്റാണെന്ന് പറഞ്ഞുകൂടാ, സൂക്ഷ്മത അത്തരം ജോലികൾ ഒഴിവാക്കലാണ് എന്നൊക്കെയും പറഞ്ഞു. അപ്പൊ ഞാനൊരു തമാശക്ക് പറഞ്ഞതല്ല. ചിലവരിങ്ങനെ ചോദിച്ചിട്ട് സക്കാത്തിന്റെ മസല അമ്മക്കിങ്ങനെ പഠിപ്പിച്ചു തരും. ചില സാധാരണക്കാർ ചോദിച്ചിട്ട് സക്കാത്തിന്റെ മസലോ ഞമ്മക്ക് ഇങ്ങോട്ട് പഠിപ്പിച്ചു തരാം. എന്നിട്ട് അവസാനം നമ്മളിങ്ങോട്ട് പറയണം അങ്ങനെയാണെങ്കിൽ എനിക്ക് സക്കാത്ത് നിർബന്ധമില്ലാന്നത് പറയണം. അപ്പൊ അങ്ങനെ ചില ആളുകളുണ്ട്, അവന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും. അതിൽ കൂട്ടത്തിൽ ഒരാൾ ഇന്ന് ന്യായീകരിച്ചതാ, ഉസ്താദെ സക്കാത്തിന്റെ അവകാശികളിൽ പെട്ട ആളല്ലേ കടക്കാരൻ. ഞാൻ പറഞ്ഞു ആനാന്ന്, അത് ശരിയെന്നല്ലേ, സക്കാത്തിന്റെ 8 അവകാശികളുടെ ഒരു അവകാശിയാണല്ലോ കടക്കാരൻ. അപ്പൊ ഉസ്താദെ ഞാൻ വലിയൊരു സംഖ്യ കടക്കാരനാണ്, അപ്പൊ എന്റെ സക്കാത്ത് എനിക്കെന്നെ എത്തൂടെ? എന്താ നോക്കിങ്ങള് ഓന്റെ ന്യായീകരണ. ഓൻ കാര്യമായിട്ട് ചോദിച്ചതാ, ഓൻ തമാശക്ക് ചോദിച്ചതൊന്നല്ല. സക്കാത്തിന്റെ അവകാശികളിൽ പെട്ട ആളാണല്ലോ കടക്കാരൻ, അതുകൊണ്ട് ഞാൻ ഇത്ര രൂപ കടക്കാരനാണ്, അപ്പൊ എന്റെ സക്കാത്തിന്റെ വിഹിതം എനിക്ക് തന്നെ എടുത്തൂടെ എന്നൊക്കെയും തൊണ്ടി ന്യായം പറഞ്ഞ് സക്കാത്തിൽ നിന്ന് കഴിച്ചിലാകുന്നവരുണ്ട്, ബിത്തുൽ സക്കാത്തിൽ നിന്ന് കഴിച്ചിലാകാൻ നോക്കുന്നവരുണ്ട്. അവരോടും ഞാൻ സാന്ദർഭികമായ ഒരു കാര്യം പറയട്ടെ. ഈ ഖബറിൽ നിന്ന് മഹ്ശറയിലേക്ക് പോകുന്ന സമയത്ത് ഒരു വിഭാഗം ആളുകളുടെ വയറ് ഇങ്ങനെ മലകളെപ്പോലെ മുൻഭാഗത്തേക്ക് ഉന്തുകയും ആ വയറിന്റെ ഉള്ളിൽ പാമ്പുകളാലും തേളുകളാലും നിറക്കപ്പെടുകയും അവന്റെ വയറ് മുമ്പിലേക്ക് ചാടിയ കാരണം നടക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ വീണും മുഖം കുത്തി വീണും എഴുന്നേറ്റും എങ്ങനെയൊക്കെയോ ഞെക്കി ഞെരുങ്ങി അവൻ മഹ്ശറയിലേക്ക് പോകുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ആ വിഭാഗം ആരാണെന്നറിയുമോ? സക്കാത്ത് കൊടുക്കാതെ ആ സക്കാത്തിന്റെ വിഹിതം സാധുക്കൾക്ക് അല്ലെങ്കിൽ അതിന്റെ അവകാശികൾക്ക് നൽകാതെ അത് ഭക്ഷിക്കപ്പെട്ടവരാണ് അത്തരം ആ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നവരെന്ന് റസൂലുള്ളാഹിന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഞാൻ പറയുന്നു, ബിത്തുൽ സക്കാത്തിന്റെ ഒരു പ്രധാനപ്പെട്ട മഹത്വമാണ് നല്ല റാഹത്തായി ഖബറിൽ നിന്ന് എഴുന്നേറ്റ് നമുക്ക് സന്തോഷവാന്മാരായി നാളെ മഹ്ശറയിലേക്ക് പോകാൻ സാധിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ മഹാന്മാർ പറയുന്നൊരു അമല് നോക്കരുത്, ആ വർഷം അവൻ ചെയ്ത എല്ലാ അമലുകളും സ്വീകരിക്കാൻ ബിത്തുൽ സക്കാത്ത് കൊടുക്കൽ കാരണമാകും. നമ്മളൊരു വർഷം കഴിഞ്ഞ റമളാൻ മുതൽ ഈ റമളാൻ വരെ എന്തെല്ലാം നന്മകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ നന്മകളിൽ പല പോരായ്മകളും സംഭവിച്ചിട്ടുണ്ടായേക്കാം. നമ്മൾ നിസ്കരിച്ച തറാവീഹ് നിസ്കാരത്തില്, നമ്മൾ നിസ്കരിച്ച തഹജ്ജുദില്, നമ്മൾ നിസ്കരിച്ച ളുഹായില്, നമ്മൾ ഓതിയ ഖുർആനില്, നമ്മൾ നിസ്കരിച്ച ഫർള് നിസ്കാരങ്ങളില് ഒരുപാട് അപാകതകൾ സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ മഹാന്മാർ പറയുന്നു, യുഖ്ബലു മാ അമില മിനൽ ഖൈറാത്തി ഫീ തിൽക സനത്തി, ആ വർഷം ചെയ്ത മുഴുവൻ ഖൈറാത്തും സ്വീകരിക്കപ്പെടാൻ ഈ ബിത്തുൽ സക്കാത്ത് കാരണമായി തീരും. അതുപോലെ തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് ലഭ്യമാവാൻ കാരണമായി തീരും. അതുപോലെ തന്നെ സിറാത്ത് എന്ന പാലം മിന്നരിയുന്ന വേഗതയിൽ വല്ലാത്ത ഒരു രംഗമാണ്. കാരണം ഇതൊക്കെയും ദിവസങ്ങളോളം വെച്ച് ക്ലാസ് എടുക്കുമ്പോൾ ഒരുപാട് സാധാരണക്കാർ ഈ വിഷയത്തിലേക്ക് അതിന്റെ അദബും മര്യാദകളൊക്കെയും പാലിച്ചുകൊണ്ട് തന്നെ ഞാൻ ബിത്തുൽ സക്കാത്ത് കൊടുക്കും എന്ന തീരുമാനത്തിലെത്തും. ഓരോ വിഷയത്തിന്റെ അമലുകളുടെ മഹത്വം പറയുമ്പോഴാണല്ലോ ചെയ്യാനുള്ള താൽപര്യമുണ്ടാവുക. അതുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യം സാന്ദർഭികമായി ആവർത്തിക്കുകയാണ്. കഴിഞ്ഞ റമളാനില് തസ്ബീഹ് നിസ്കാരത്തെക്കുറിച്ച് നമ്മൾ ക്ലാസ് എടുത്തപ്പോ അത് കേട്ട് അമല് ചെയ്യാൻ തുടങ്ങിയ വ്യക്തി ഈ റമളാനിൽ ഏകദേശം 5-6 ദിവസം മുന്നേ എന്നെ കണ്ടപ്പോ ആ ഒരു പ്രിയപ്പെട്ട സാധാരണക്കാരൻ തീരെ വിവരമില്ല, ഒരു ഉസ്താദ് പറയുന്നത് കേട്ട് ചെയ്യാനുള്ള വിവരം മാത്രമേ ഉള്ളൂ, ആ ഒരു വിവരമുള്ള വ്യക്തിയെ അങ്ങനത്തെ ഒരു സാധാരണക്കാരൻ സാധുവായി എന്നോട് പറഞ്ഞു, ഉസ്താദെ അന്നു മുതൽ ഇന്നലെ രാത്രി വരെ ഞാൻ ആ തഹജ്ജുദിന്റെ ജീവിതത്തിൽ ഒഴിവാക്കിയിട്ടില്ല. പക്ഷേ പറയുന്ന എനിക്ക് ചിലപ്പോൾ മാസത്തിലൊരിക്കൽ തഹജ്ജുദ് നിസ്കരിക്കാൻ സാധിച്ചിട്ടുണ്ടായിക്കോണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരിലേക്ക് ഓരോ വിഷയത്തിന്റെ മഹത്വങ്ങൾ പറയുമ്പോ ഞാൻ
ഇക്കൊല്ലത്തെ റമളാൻ ഈ റമളാനിനുള്ള വിത്ർ സക്കാത്ത് അതിന്റെ കൊടുക്കേണ്ട സമയത്ത് അതിന്റെ അഫ്ളലായ രൂപത്തിൽ കൊടുക്കേണ്ടവർക്ക് കൊടുക്കാൻ ഞാൻ തയ്യാറാവട്ടെ, ഞാൻ എന്റെ ഭാര്യയോട് വിളിച്ചു പറയട്ടെ എന്ന് ശ്രദ്ധിക്കുന്ന ആഗ്രഹിക്കുന്ന പലവരും KMIC-യിലുണ്ട്. ആ നിലയ്ക്ക് ഞാൻ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് പറയുന്നു, സിറാത്ത് എന്ന പാലം അത് ഭയാനകമാണ്. ഞാൻ മുമ്പൊരിക്കൽ വിശദീകരിച്ചിട്ടുണ്ട്. 15,000 കൊല്ലം നീളമാണ്. എത്രയോ കോടിക്കണക്കിന് കിലോമീറ്ററുകൾ നമ്മൾ സിറാത്ത് എന്ന പാലത്തിന്റെ മുകളിലൂടെ പോകേണ്ടതുണ്ട്. ഏകദേശം 5,000 കൊല്ലം ഇറക്കമാണെങ്കിൽ 5,000 കൊല്ലം കയറ്റമാണ്. അത് കൂടിയാക്കൂടി ഇരുത്താണ്. പക്ഷേ ആ ഭയാനകമായ ആ സിറാത്ത് എന്ന പാലത്തിന്റെ മുകളിലൂടെ മിന്നരിയുന്ന വേഗത്തിൽ പ്രവേശിക്കാൻ പറ്റാവുന്ന വലിയൊരു അമലാണ് വിത്ർ സക്കാത്ത്. അതുകൊണ്ട് ആദാബുകളും മര്യാദകളും പാലിച്ച് അതിന്റെ സഹീഹാവാനുള്ള ഷർത്തുകളും ഫർളുകളും പാലിച്ച് വിത്ർ സക്കാത്ത് കൊടുക്കാൻ നമ്മളൊക്കെയും തയ്യാറാവുക. ഒമ്പതാമതായി മഹാന്മാര് റസൂലുള്ളാഹിന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്, നന്മകൾ തിന്മകൾ തൂക്കപ്പെടുന്ന സമയത്ത് വിത്ർ സക്കാത്ത് ആദാബുകളും മര്യാദകളൊക്കെയും പാലിച്ച് വിത്ർ സക്കാത്ത് കൊടുത്തവന്റെ നന്മക്ക് മുൻതൂക്കം കിട്ടാൻ അത് കാരണമാകും. അതുപോലെ തന്നെ അല്ലാഹു തആല അവനെ പരാജയപ്പെട്ടവരുടെ ലിസ്റ്റിലാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ വിത്ർ സക്കാത്ത് കൊടുക്കൽ കാരണം അവനെ വിജയികളുടെ ലിസ്റ്റിലേക്ക് അല്ലാഹു മാറ്റി എഴുതപ്പെടും. ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ വിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാനായ ഷാഫി ഇമാമിന്റെ ഉസ്താദായ വക്കീ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് വളരെ വ്യക്തമായി പല പ്രാവശ്യം നമ്മൾ കേട്ടതാണ്. നമ്മുടെ വിശുദ്ധമായ റമളാനിലെ നോമ്പിലൊക്കെ എന്തെല്ലാം തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടാവും. ഞാൻ ഒരൊറ്റ കാര്യം ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, ആർക്കുണ്ട് ധൈര്യം പറയാൻ ഞാൻ ഇന്ന് ഏകദേശം 27 നോമ്പ് ഞാൻ നോറ്റു. ഈ 27 നോമ്പ് നോറ്റപ്പോൾ ഒരു ദിവസം ഞാൻ ഗീബത്ത് കേട്ടിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഒരാളുടെ ഗീബത്ത് പറഞ്ഞിട്ടില്ല. ഇന്റെ 27 നോമ്പ് നോറ്റ പകലിലും ഞാൻ ഒരാളെ സംബന്ധിച്ച് ഗീബത്ത് പറയാനോ അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് ഗീബത്ത് പറയുന്നത് കേൾക്കാനോ ഈ 27 നോമ്പിലും എനിക്ക് ഒരവസരം കിട്ടിയിട്ടില്ല. അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ എത്ര ആളുകൾക്ക് സാധിക്കും? സാധിക്കില്ല. ഒരാൾക്കും ധൈര്യമില്ല. എന്റെ നാവിൽ നിന്ന് നോമ്പുകാരനോട് യോജിക്കാത്ത ഒരു വാക്ക് എന്റെ നാവിൽ നിന്ന് വന്നിട്ടില്ല, അതല്ലെങ്കിൽ എന്റെ ചെവിതുകൊണ്ട് ഞാൻ കേട്ടിട്ടില്ല, അതല്ലെങ്കിൽ എന്റേതായ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാൻ നമുക്കാർക്കും തന്നെ സാധിച്ചിട്ടില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മഹാനായ വക്കീ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നമ്മുടെ വിശുദ്ധമായ റമളാൻ മാസത്തിൽ നോറ്റ നോമ്പില് വല്ല പാകപ്പിഴവുകളും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് നിസ്കാരത്തിലുള്ള പാകപ്പിഴവുകള് സഹുവിന്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കപ്പെടും പോലെ നോമ്പിൽ വന്നുപോയ പാകപ്പിഴവുകള് ഫിത്ർ സക്കാത്ത് കൊണ്ട് പരിഹരിക്കപ്പെടും എന്ന് വളരെ വ്യക്തമായി മഹാനായ വക്കീ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. അതുപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നോമ്പിൽ വന്നുപോയ ലഗ്വുകള്, പാഴ്വേലയായ വാക്കുകള്, അതുപോലെ തന്നെ റഫത്ത്, അതായത് മോശമായ, കാണാൻ പാടില്ലാത്തത്, കേൾക്കാൻ പാടില്ലാത്തത്, പറയാൻ പാടില്ലാത്തത്, ചിന്തിക്കാൻ പാടില്ലാത്ത പലതും വിശുദ്ധമായ റമളാനിലെ നോമ്പിൽ വന്നു പോയിട്ടുണ്ടാവും. അതിനൊക്കെയും പരിഹാരമാകുന്നു വിത്ർ സക്കാത്ത്. ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ മഹത്വങ്ങൾ കൂടുതൽ പറയുമ്പോൾ നമുക്ക് മസ്അലയിലേക്ക് പ്രവേശിക്കാൻ സമയം വഴുകും എന്ന നിലയ്ക്ക് ഞാൻ കൂടുതൽ മഹത്വങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇത്രയും ഞാൻ പറഞ്ഞത് ഇത് എങ്ങനെങ്കിലും ഒരു കടമയായി ചെയ്തു തീർക്കേണ്ട ഒരു അമലല്ല എന്ന് ബോധ്യപ്പെടുത്താനാണ് ഇത്രയും ഞാൻ വിശദീകരിച്ചത്. നമ്മൾ ആരെങ്കിലും വാക്ക് കേട്ട് അല്ലെങ്കിൽ പെരുന്നാളിന്റെ തലേ ദിവസം അരി വാങ്ങാൻ പോകാൻ സമയമില്ല, ഒരു പണി ചെയ്തൂരെ? അവരോട് ഞാൻ ഒരു കാര്യം ഞാൻ സാന്ദർഭികമായി പറയുന്നു. ഈ വിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് ഇൻഷാ അല്ലാഹ് അഫ്ളലായ സമയം ഞാൻ പറയാം. അത് കൊടുക്കേണ്ട സമയം പെരുന്നാൾ ദിവസം ഫജ്ർ സാദിഖ് വെളിവായതിന്റെ ശേഷം. ഒന്ന് ശ്രദ്ധിക്കാം, ഫജ്ർ സാദിഖ് വെളിവായതിന്റെ ശേഷം, അതുപോലെ തന്നെ പെരുന്നാൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പാണ് വിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. അവിടെ തന്നെ ഒരു ചെറിയ മസ്അല പറയുന്നുണ്ട്. നമ്മൾ വിത്ർ സക്കാത്ത്